നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നലെ ഞാനും മനുജും കൂടായിരുന്നു. വലിയ ആശയ സംവാദമായിരുന്നു. വേണ്ട പോലെ ആളുകൾ കണ്ടില്ല. RSS മോഹൻ ഭാഗവതിൻ്റെ RSS മേധാവി മോഹൻ ഭാഗവതിൻ്റെ പ്രസ്ഥാനം, പക്ഷെ വേണ്ട പോലെ ആളുകൾ കണ്ടില്ല. നല്ല ലൂസ് ടോക്കായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട. ഞാൻ കണ്ടിരുന്നത്, പക്ഷെ അധികം ആളുകൾ കണ്ടില്ല. 18-20 പേര് കണ്ടോളൂ. നിൽക്കട്ടെ, ഇന്ന് ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് മറ്റേ ജിജി മാരിയോ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. അതെ, അവരുടെ നിലപാടോട് വ്യക്തമായതോടുകൂടി അതൊന്ന് ചർച്ച ചെയ്യണമെന്ന് ഓർത്തതാണ്. സത്യം പറഞ്ഞാൽ അവർ തോറ്റുപോയി. അവർ സ്വയം വെളിപ്പെടുത്തിയതായി പോയല്ല. അവരാ ഒരു അക്ഷരാർത്ഥത്തിൽ സെൽഫ് ഗോൾ എന്ന് പറയുന്നത് തന്നെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് മാരിയോയുടെ ഭാഗത്താണ് ന്യായം എന്ന് വ്യക്തമാവുന്ന തരത്തിലേക്ക് അവരുടെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. നമുക്ക് പക്ഷേ ശബരിമല ക്ഷേത്രത്തിലേക്ക് വരാം. നമ്മൾ വളരെ കേരളം കാത്തിരുന്ന ഒരു നിമിഷമാണിത് ശരിക്കും പറഞ്ഞാൽ. പറയൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, മുൻ CPM MLA-മായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, രേഖപ്പെടുത്തി. അദ്ദേഹത്തെ കൊല്ലത്തെ എനിക്ക് 100%, അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ പത്മകുമാർ ഇതിന് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതെ, നമുക്ക് വിശ്വസിക്കാം. കാരണം അന്വേഷണ സംഘം അവർക്കങ്ങനെ നുണ പറയേണ്ട കാര്യമില്ല. അതോട് കോടതിയോട് സമാധാനം പറയേണ്ടത്. പക്ഷേ എന്നാൽ പോലും എനിക്കൊരു ചെറിയ ആശങ്ക ആദ്യം മുതൽ ഉണ്ടായിരുന്നു. ഇവർ ഒരു ബൈജുവിനെ, ഒരു KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു അഡീഷണൽ അവിടുത്തെ ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണറായിരുന്നു. ഈ ബൈജുവിൻ്റെ അറസ്റ്റിൻ്റെ അകത്ത് ഇച്ചിരി ദുരൂഹതയുണ്ട്. കാരണം ബൈജുവും ഈ വാസുവും തമ്മിൽ വലിയ ഉടക്കായിരുന്നു. ബൈജുവും പത്മകുമാറും തമ്മിൽ ഉടക്കായിരുന്നു. ഈ ബൈജു ഇതെഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അയാളെ ബഹിഷ്കരിച്ചു. അയാളുടെ അടുത്ത് ഫയൽ വന്നിരുന്നില്ല. ആക്സിഡന്റ് ആയിട്ടോ മറ്റോ എന്തോ അയാളുടെ അടുത്ത് ഫയൽ വന്നിരുന്നില്ല. അയാളെ മറികടന്ന് ആണ് ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ. ഈ അസിസ്റ്റന്റ് കമ്മീഷണർ നേരിട്ട് ഇത് കൊടുത്തതും എഴുതിയതും പോയതുമൊക്കെ. അപ്പം വാസു കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് അയാളെ പിടിച്ചിട്ടത് എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഞാൻ ഈ സംഭവം തുടക്കം മുതലേ പത്മകുമാറിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം പത്മകുമാറും CPM തമ്മിൽ അത്ര രസത്തിലല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നേരത്തെ പണ്ട് VS പിണറായി തർക്കങ്ങൾ വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നടക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പിണറായിക്കൊപ്പം നിന്ന ഒരേ ഒരു നേതാവ് പത്മകുമാറാണ്. ഒപ്പമായിരുന്നു അന്നും. ബാക്കി മുഴുവൻ VS-ന്റെ ആളും, KC രാജഗോപാൽ അവരൊക്കെ VS-ന്റെ ആളായിരുന്നു. പക്ഷെ പിന്നീട് കാലാകാലങ്ങളിൽ മാറ്റം വരുന്ന കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ ഇപ്പോൾ തെറ്റി. അല്ല, സാധാരണഗതിക്ക് പിണറായിക്കൊപ്പം നിൽക്കുന്നവർക്ക് എന്ത് സംരക്ഷണം കൊടുക്കുന്നതാണല്ലോ. ഉദാഹരണത്തിന് ശശിധരൻ എന്ന് പറഞ്ഞൊരു DYFI നേതാവ് ഉണ്ടായിരുന്നു. T ശശിധരൻ, ഇരിങ്ങാലക്കുട ഒന്നും അല്ലാതായില്ല. അല്ല, വസന്തൻ എന്ന ഒരാളുണ്ടായിരുന്നു കരുനാപ്പള്ളി. അതുപോലെ പിണറായി എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ VS-ന്റെ അനുകൂലി എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എത്ര പേര് പിടിച്ചു നിന്ന് അവസാനം വരെ പിടിച്ചു നിന്ന് ഒരാൾ മേഴ്സിക്കുട്ടിയമ്മ മാത്രമാണ്. അവസാനം വരെ മന്ത്രിയെങ്കിലാവാൻ പറ്റിയ മേഴ്സിക്കുട്ടിയമ്മ, വേറെ ആർക്കും ഇല്ലെന്ന് തോന്നില്ല. ശർമ്മയൊക്കെ നേരത്തെ തന്നെ ഔട്ടായി പോയിട്ടായിരുന്നു. അപ്പം ഇവിടെ പത്മകുമാറിൻ്റെ നമുക്ക് വളരെ സങ്കടകരമാണ്. കാരണം എന്ന് വെച്ചാൽ ഇയാൾ കോന്നി MLA ആയിരുന്നു, നല്ല പ്രായം. 91 മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 91 ഇവിടെ രാജ്യത്ത് മൊത്തത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് ഒരു സാധാരണ തരംഗം ആഞ്ഞടിച്ചപ്പോഴും അവിടെ ഇയാൾക്ക് ജയിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് കോന്നിയിൽ. അതും 25 വർഷം മുമ്പ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ 96 നമ്മുടെ അടൂർ പ്രകാശ് ഒന്ന് പരാജയപ്പെട്ടു. ഇതേ 2001 ആറന്മുള പോയി നിന്ന് മാലയത്ത് സരളാദേവിയോട് പരാജയപ്പെട്ടു. പിന്നെ അസംബ്ലി ഇലക്ഷൻ മത്സരിച്ചു, 2 ഇടത്ത് മത്സരിച്ച് തോറ്റു. അങ്ങനെയാണ് ഔട്ടായത്. പക്ഷെ ഇപ്പോഴത്തെ പത്തനംതിട്ട അല്ല, അപ്പോഴത്തെ പത്തനംതിട്ട അല്ല. ഇപ്പം വീണ ജോർജിന് വരെ ജയിക്കാൻ പറ്റി. ഈ കഴിഞ്ഞ നിയമസഭകളിൽ 2 ഇടത്തും സീറ്റ് കിട്ടി ജയിക്കുവായിരുന്നു. ജില്ല ഉണ്ടാക്കിയ കോൺഗ്രസ് ആണ് നമ്മളെപ്പോഴും പറഞ്ഞത്. KK നായർ കോൺഗ്രസ് അല്ലായിരുന്നല്ലോ. അല്ല, അത് സ്വതന്ത്രമായിരുന്നു. പക്ഷെ കർണാടക പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ കർണാടക പകരം മന്ത്രിയാണോ ജില്ലയാണോ അയാൾ ജില്ല മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജില്ല കിട്ടി. എന്താണ് ഒരു ജില്ല കൊണ്ട് അഡ്വാൻറ്റേജ്? ഒരു സെന്റർ ആയിരുന്നല്ലേ. ഒരു ജില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അവസ്ഥയൊക്കെ മാറിയില്ലേ, ഒരു സംഗതി മൊത്തത്തിലങ്ങ് മാറി. അതുകൊണ്ടാണ് അവർ തിരൂർ ഒരു ജില്ല വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. അത് ഒരു പരിധിയിലെ ന്യായമാണ്. നമ്മൾ പോയത് മലപ്പുറത്തേക്കാൾ വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ തിരൂരാണ്. അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ടയേക്കാൾ നല്ല സ്ഥലം, വലിയ സ്ഥലം തിരുവല്ലയല്ലേ. തിരുവല്ല അല്ല, പക്ഷെ ആലപ്പുഴയോട് ചേർന്ന്. അതാണ് അവിടെ ഒരു തൊട്ടപ്പുറത്താണ് ചെങ്ങന്നൂർ. അത് ആലപ്പുഴയാണ്. അങ്ങനെ കാര്യം ആലോചിക്കണം. പല ട്രെയിനും സ്റ്റോപ്പ് അനുവദിക്കുമ്പോൾ ഈ വിഷയം വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതേസമയം അത് കുഴപ്പമില്ല. പക്ഷെ മലപ്പുറം 2 ആക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം വെച്ചാൽ ഏതാണ്ട് 42 ലക്ഷം ആളുകൾ അവിടെ താമസിക്കുന്നത്. പത്തനംതിട്ടയിലും വയനാടും ഒക്കെ 10 ലക്ഷം ഇല്ല. അപ്പോൾ മലപ്പുറം 2 ആക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ ഭരണപരമായ സൗകര്യമുണ്ട്. എനിവേ, അപ്പോൾ ഈ പത്മകുമാർ രാഷ്ട്രീയമായി തുടർച്ചയായി തോൽവി ഏറ്റുവാങ്ങി അപ്രസക്തനായിപ്പോയി. അങ്ങനെയാണ് പത്മകുമാറിന്
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തത് പക്ഷേ പിണറായി കൊടുത്തതായിരിക്കാം. ആയിക്കോട്ടെ. മാത്രം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ശബരിമലയിലെ കോൺട്രാക്ടറായിരുന്ന ഒരാളാണ് പണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് ഈ ഹരിവരാസനം അയ്യപ്പൻ്റെ ഉറക്കപ്പാട്ട് എഴുതിയ കൊന്നനട്ട് ജാനകിയമ്മ. അവർ ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായിരുന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറയുമായിരുന്നത്. ആറന്മുളയാണ് ഇവരുടെ കുടുംബം. ആറന്മുളയാണ്. അതെ അതെ. അവരെല്ലാം പൊതുവെ ഈ ക്ഷേത്രവുമായി ബന്ധമുള്ള മാലതി സർലദേവി ഇദ്ദേഹത്തിന്റെ ബന്ധുവാണെന്നാണ് തോന്നുന്നത്. ക്ഷേത്രവുമായി വിശ്വാസവുമായി ബന്ധമുള്ള കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം വിശ്വാസിയാണെന്ന് പറയാറുണ്ടായിരുന്ന ഒരാളാണ്. വിശ്വാസിയാണ്. അപ്പോൾ എനിക്കതിനകത്ത് നമ്മളൊക്കെ ഈ 2018 സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോൾ അദ്ദേഹത്തോട് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ ബോധ്യപ്പെട്ട കാര്യം 2 പേരാണ് നമ്മൾ ആ സമയത്ത് നമുക്ക് സഹതാപം തോന്നുന്നു. ഒന്ന് പത്മകുമാറും 2 ശ്രീജിത്തുമായിരുന്നു. അന്ന് ഐ ജി ശ്രീജിത്തിനായിരുന്നു ആ കാലത്ത് ചുമതലകളൊന്ന്. ശ്രീജിത്തിനല്ല, അജിത് കുമാറിനായിരുന്നു. പക്ഷെ ശ്രീജിത്ത് ഉണ്ടായിരുന്നു സ്ത്രീകളെ അവിടെ കയറ്റാനൊക്കെ. അവസാനം ഭഗവാന് മുമ്പിൽ പോയി ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പൂർണ്ണ അധികാരം ശ്രീജിത്തിനാണ്. ഇക്കുറി ഫോർ എക്സാമ്പിൾ ഇത്തവണ പൂർണ്ണമായും ശ്രീജിത്താണ്. മറ്റാരും അവിടെ പോലീസിൻ്റെ ഒരു ഭാഗമില്ല. അതുപോലെ പത്മകുമാർ ആ കാലത്ത് വാസുവിനെ ഉടക്കിയിരുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു സ്ത്രീ പ്രവേശന വിഷയം ബന്ധപ്പെട്ട്. മാത്രമല്ല വാസുവായിരുന്നു വാസ്തവത്തിൽ ഈ പിണറായിക്ക് വേണ്ടി CPM വേണ്ടി പിടിവാശി എടുത്തുകൊണ്ട് ഈ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുണ്ട്. അതൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റേത് പോലുള്ള ഒരു ശക്തമായ അതിന് അയാളെ പോലും അതിജീവിച്ചു മറികടന്നുകൊണ്ട്. മാത്രമല്ല സർക്കാരുമായിട്ട് ചർച്ചകൾ നടത്തിയത് പിന്നീട് എവിടെ ഡൽഹിയിൽ പോയി കിടന്നു. ഇദ്ദേഹം വക്കീലൂടായിരുന്നു. വിജിലൻസ് ട്രിബ്യൂണൽ ഉണ്ടായിരുന്നു. വാസവനല്ല, വിജിലൻസ് ട്രിബ്യൂണൽ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന കേസ് ജയിക്കാൻ, അതായത് അയ്യപ്പൻ തോക്കാൻ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇദ്ദേഹമാണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ആ യുവതികളെ പ്രവേശിപ്പിക്കരുതേ, അത് ആചാര ലംഘനമാണ് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതി സത്യവാങ്മൂലം കൊടുത്തിരുന്നത്. ഇതൊരു നിർണായക സത്യവാങ്മൂലം. കാരണം എന്താ വെച്ചാൽ യുവതികളെ പ്രവേശിക്കണമോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അയ്യപ്പന് വേണ്ടി സംസാരിക്കേണ്ട ദേവസ്വം ബോർഡാണ്. അതെ, ബാക്കി നാം പറഞ്ഞ ഭക്തർക്ക് അയ്യപ്പന്റെ പ്രതിനിധി ദേവസ്വം ബോർഡ് അംഗമാണ്. അപ്പൊ ദേവസ്വം ബോർഡ് പറയുന്നു വേണ്ട എന്ന് പറഞ്ഞാൽ ആ കേസിൽ എന്താണ് യുവതികളെ പ്രവേശിപ്പിക്കുന്ന സാധ്യത അടയുമായിരുന്നു. പക്ഷെ ദേവസ്വം ബോർഡ് എന്ന് പറയുകയാണ് ഈ വാസു ഇടപെട്ടിട്ട് പിണറായി വിജയൻ വന്നപ്പോൾ സത്യവാങ്മൂലം പിൻവലിച്ചിട്ട് പുതിയൊരു സത്യവാങ്മൂലം കൊടുക്കുന്നു. എന്നിട്ട് ദേവസ്വം ബോർഡ് പറയുകയാണ് യുവതികളെ പ്രവേശിപ്പിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്യും? അയ്യപ്പന്റെ അതോറിറ്റിയാണോ എന്ന് പറയുന്നത്? അതോറിറ്റി പറയുന്നു കേട്ടിക്കോ, എന്ത് പറയും? സ്വാഭാവികമായിട്ട് അനുവദിക്കും. ഇപ്പൊ എന്തൊക്കെ ചീത്ത വിളിച്ചാലും അന്ന് ആത്മാർത്ഥമായി കേസ് നടത്തിയത് സുകുമാരൻ നായരാണ് കേട്ടോ. അപ്പോ ഈ സമയത്തൊക്കെ വാസ്തവത്തിൽ ഈ വാസുവും പത്മകുമാറും തമ്മിൽ നല്ല വഴക്കായിരുന്നു. വാസുവിൻ്റെ ഒരു അതിപ്രസരത്തിനെതിരെ പത്മകുമാറിന് കടുത്ത വേദന, നിരാശ. ഇടക്കാലത്ത് പത്മകുമാർ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ അർത്ഥത്തിലും പത്മകുമാർ ഒറ്റപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ തുടർച്ചയായി ഈ പത്മകുമാരത്തിലേക്ക് പ്രതി ചേർക്കപ്പെട്ടതിൽ ഒരു ചെറിയ സംശയം എനിക്കുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പത്മകുമാർ ജില്ലാ കമ്മിറ്റി ആലോചിച്ച് നോക്കി. ഒരാൾ മർദ്ദിച്ച ഒരു സംഭവം ഉണ്ട് അവിടെ. അങ്ങോട്ടും ഇങ്ങോട്ട് ഹർഷകുമാർ പറഞ്ഞ പത്മകുമാറിന് ഈ പറയുന്ന പ്രായമൊന്നുമില്ല. അതെ, ഇവർ ഈ പറയുന്ന 75 വയസ്സ് പോയിട്ട് അയാൾ 60 സംതിങ് ഇങ്ങനെ ആയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. പത്മകുമാറിനെ സംബന്ധിച്ച് അയാൾ ജില്ലാ സെക്രട്ടറി ആയിട്ടില്ല. 91 MLA ആകുമ്പോൾ 30 വയസ്സോ 32 വയസ്സേ ഉള്ളൂ. അയാൾ ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി ആവേണ്ടതാണ്. അതെ, സീനിയറാണ്. പക്ഷെ അയാളെ ജില്ലാ സെക്രട്ടേറിയറ്റ് പോലും എടുത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്തോ ഒരു അവിശ്വാസം പത്മകുമാറിന്റെ മേലുണ്ടായിരുന്നു. പത്മകുമാർ അന്ന് എന്തൊക്കെയോ വെട്ടി തുറന്ന് പറഞ്ഞിരുന്നു. വിശ്വാസികൾ കുറച്ച് അനുകൂലമായ രീതിയിലാണ് അദ്ദേഹം. അപ്പൊ എനിക്കൊരു ചെറിയ സംശയമുള്ളത്, നമുക്കറിയില്ല പത്മകുമാറിനെ ഇതിൻ്റെ അകത്ത് ബോധപൂർവം പെടുത്തിയതാണോ എന്ന സംശയം എനിക്കില്ലാഴികയില്ല. കാരണം ഈ മുഴുവൻ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ പത്മകുമാർ അവർ വലിച്ചിട്ടത്. മറ്റൊരു കാര്യമുണ്ട്, പത്മകുമാർ പ്രതിയാണെങ്കിൽ ശങ്കർദാസ് പ്രതിയാവണ്ടേ? KP ശങ്കരദാസ് പ്രതിയാണ്. ഒരു വിജയകുമാറുണ്ട്, രണ്ടുപേരുണ്ട്. വിജയകുമാറുണ്ട്. ഈ KP ശങ്കർദാസ് ആരാണ്? CPI നേതാവാണ്. CPI ആണോ? അല്ല, CPI നേതാവാണ്. മുമ്പ് RSP ആയിരുന്നു. ഞങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിച്ചു, ആരനാട് അദ്ദേഹം മത്സരിച്ചു. പിന്നെ അദ്ദേഹം CPIയിൽ ചേരുകയാണ്. ഈ ശങ്കർദാസിന്റെ മകൻ ആരാന്നറിയാമോ? അറിയാം, DG ഹരിശങ്കർ. ഹരിശങ്കറാണ്.
അപ്പോൾ കേരള പോലീസിലെ ഇപ്പൊ പലരും വാസുവിന്റെ മകനാന്ന് പറയുന്നുണ്ട്. അല്ലല്ല, വാസുവിന്റെ മകനല്ല, അല്ല, ആ ശങ്കർദാസിന്റെ മകനാണ് DIG. അതെ, എൻ്റെ ഒരു പരിചയക്കാരനാണ് KP ശങ്കര. സദ്യ എനിക്ക് അറിയാവുന്ന ആളാണ്. ഹരിശങ്കർ നല്ല ഓഫീസറാണ്. എനിക്ക് ഹരിശങ്കർ അദ്ദേഹത്തെ പരിചയമുണ്ട്. നല്ല ഓഫീസറാണ് അയാൾ. ഈ IT മേഖലയിൽ വലിയ വിദഗ്ധനാണ്. അത് KP ശങ്കരാസ് ഗൗരിയമ്മയുടെ അടുത്ത ബന്ധുവാണ്, ഗൗരിയമ്മ കുടുംബക്കാരനാണ്. ആണല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് നല്ല മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കേസിൽ പ്രതിയാണെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു 3 പേര് ഒരുമിച്ചുള്ളതാണ്. ഒരാൾ സിംഗിൾ അല്ല അത്. അവിടെയാണ് ഒരു പ്രശ്നം. 2, ഇനിയിപ്പോൾ SIT പറയുന്നത് എന്താന്ന് നോക്കാം. ഇന്നിപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ ഈഞ്ചക്കര ഓഫീസിൽ വെച്ചല്ല, രഹസ്യ കേന്ദ്രത്തിൽ ഈഞ്ചക്കര ഓഫീസിൽ വെച്ചായിരുന്നില്ല ചോദ്യം ചെയ്യുന്നത്. എല്ലാവരും ആ നിമിഷം ഓടിയെത്തുമല്ലോ. അങ്ങനെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചെയ്തിട്ട് 3 മണിയായപ്പോഴത്തേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ 2 തവണ വിളിച്ചിട്ട് അദ്ദേഹം വന്നതില്ല. ഓരോ അസൗകര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പം ഇവിടെ എന്തായിരിക്കും അദ്ദേഹത്തിന് അറസ്റ്റിലേക്ക് ലീഡ് ചെയ്ത സാഹചര്യം നോക്കണം. നമ്മളിതിനു മുമ്പ് CPM പരമാവധി സംരക്ഷിക്കാൻ ശ്രമിച്ചത് വാസുവിനെയായിരുന്നു. അങ്ങനെ വാസുവിന് സർക്കാരുമായിട്ടുള്ള ബന്ധം, പിണറായിയായിട്ടുള്ള ബന്ധം, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മറ്റേ കടമ്പള്ളി സുരേന്ദ്രൻ നല്ലത് പറഞ്ഞു, മേഴ്സിക്കുട്ടിയമ്മ നല്ലത് പറഞ്ഞു. ഇവരെല്ലാം പറഞ്ഞത് വാസു സാർ കള്ളനല്ലെന്നാണ് പറഞ്ഞത്. മേഴ്സിക്കുട്ടിയമ്മ വാസു സാർ മന്ത്രിയായ ആളാണ്, ഉദ്യോഗസ്ഥനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പരമാവധി ശ്രമിച്ചിട്ടും, മാത്രമല്ല വാസു ആദ്യ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റിനൊക്കെ നൽകിയ ആ മോർണിംഗ് ഷോയിൽ ഗസ്റ്റായിരുന്നു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു സംസാരിച്ചത്. അതുകൊണ്ട് നമുക്കും തോന്നും ശരിയാണ്, ഇയാളൊന്നും ചെയ്യാൻ കഴിയില്ല, ഇയാൾക്ക് ഇതിൽ പങ്കുമില്ല, നമുക്കും തോന്നിപ്പോകാൻ അല്ല ആത്മവിശ്വാസത്തിലായിരുന്നു. അല്ല, അപ്പം വാസുവാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ. പിന്നെയുള്ള മുരാരി ബാബു. ഈ 2 പേരുമാണ് ഈ തട്ടിപ്പിൻ്റെ മുഖ്യ ആസൂത്രകൻ. വാസുവാണല്ലോ അതിനകത്ത് ഈ സ്വർണം പൂശിയ എന്ന് പറഞ്ഞത് മാറ്റി സ്വർണം പൂശിയെന്നാക്കി, സ്വർണം പൊതിഞ്ഞ എന്നത് മാറ്റി സ്വർണം പൂശിയെന്നാക്കിയതിന് നേതൃത്വം കൊടുത്തത് വാസുവാണ്. വാസു പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥൻ്റെ മൊഴിയുണ്ട്. അപ്പം എന്നിട്ടും എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ്? ഇത് ഒരു പതിവില്ലാത്ത രീതിയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു പോളിസി മേക്കിംഗ് ഒരു ബോഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പം ഒരു പാലാരിവട്ടം പാല അഴിമതിയുടെ പേരിൽ അങ്ങനെ പിടിച്ച് ജയിലിൽ അടച്ച പോലാണ്. മന്ത്രി എന്ന് പറയുന്നത് ഒരു പോളിസി മേക്കിംഗ് പോളിസിയാണ്. അഴിമതിക്ക് അവർ ഉത്തരവാദിയല്ല. ഉത്തരവാദി ആരാണ്? ഇതിന് നടപ്പിലാക്കേണ്ടവരാണ്. മന്ത്രിക്ക് അറിയത്തില്ല, മന്ത്രി ഒരു സാധാരണ പോളിസി മേക്കിംഗ്. അതുതന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിലും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉദ്യോഗസ്ഥന്മാർ തരുന്ന ഫയൽ ഒപ്പിടാൻ മാത്രം, അല്ലെങ്കിൽ ഫയൽ എഴുതി വെക്കണം, അത് പാടില്ല, ഇങ്ങനെ എഴുതി വെക്കണം. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് വാസുവിനെ പിടിച്ചകത്തിട്ടതോടെ വാസുവിൻ്റെ 1ാം തരം പണിയാണ് ഈ പത്മകുമാറിന് കിട്ടിയത്. കൂടെ ഉള്ളവരും വാസുവിന്റെ സ്വന്തക്കാരായിരുന്നു, ഇപ്പം കൂടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ ആയിരുന്നു. അപ്പോൾ വാസുവും കൂട്ടരും പത്മകുമാറിനെ തള്ളി പറയുന്നു. പത്മകുമാറിനെ തള്ളി പറഞ്ഞപ്പോൾ പത്മകുമാർ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്ത്, ഇതെന്താണ് രേഖയില്ല. വാസു ചെയ്തതിന് രേഖയുണ്ട്, മറ്റുദ്യോഗസ്ഥന്മാർ ചെയ്ത രേഖയുണ്ട്. പക്ഷേ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന്, പത്മകുമാർ ഇതിൽ ഇൻവോൾവ് ആയതിന് രേഖയില്ല. പക്ഷേ മൊഴി, വാസുവിൻ്റെ മൊഴിയും മറ്റുദ്യോഗസ്ഥന്മാരുടെ മൊഴിയും ഈ അറസ്റ്റ് ചെയ്തവരെല്ലാവരും മൊഴി പത്മകുമാറിനെതിരായിരുന്നു പറയുന്നത്. അപ്പം ഈ ആസൂത്രണത്തിന് നേതൃത്വം കൊടുത്തത് പത്മകുമാറാണ് എന്നാണ് പറയുന്നത്. പത്മകുമാർ പറഞ്ഞിട്ടാണ് ഇത്രയും സ്വർണം പൊതിഞ്ഞ എന്ന് എഴുതി ചേർത്ത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇതെങ്ങനെ തെളിയിച്ചെടുക്കാൻ കഴിയും എന്നതൊരു വിഷയമാണ്. ഒരു മൊഴി കൊണ്ട് മാത്രം, ഞാൻ പറഞ്ഞത് ആർക്കും ആരെക്കുറിച്ചും എന്ത് മൊഴിയും കൊടുക്കാം, തെളിവ് വേണം. അസം മറ്റുള്ളവർക്കെല്ലാം രേഖയുണ്ട് ദേവസ്വം ബോർഡിലെ. പക്ഷെ അപ്പോഴൊരു ചോദ്യമാണ്, ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു കേസിൽ ഒരു പൂർണ്ണമായി നിരപരാധിയെ പിടിച്ചകത്ത് ഇടുമോ എന്നുള്ളത് അതൊരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അന്വേഷണ സംഘത്തെ പൂർണ്ണമായും സംശയിക്കുന്നില്ല. ഒരു പക്ഷേ ഇത്തരം ചില കോംപ്ലിക്കേഷൻസ് വരുത്തിയാൽ, ഈ വടക്കാക്കി തനിക്കാക്കുക, അതിനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അടുത്ത അസംബ്ലി വരുന്നുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ അല്പം മുമ്പ് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, കുറ്റം ചെയ്താൽ ഞങ്ങൾ ശിക്ഷിക്കും, ഞങ്ങൾ ആരും വെറുതെ വിടില്ല, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടാൽ തിരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഇവിടെ വിറ്റ് കാണുമല്ലോ, എവിടെയെല്ലാം വിറ്റ് കാണുമല്ലോ, എങ്ങനെ തിരിച്ചു വിടും? അല്ല, മാത്രമല്ല നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, ഈ സ്വർണ്ണത്തിൻ്റെ ആ ഒരു സ്വർണ്ണം എന്നുള്ള മൂല്യമല്ല, ഇതിൻ്റെ ഒരു സ്പിരിച്വൽ വാല്യൂ ഭയങ്കര വാല്യൂ അല്ലേ, സങ്കല്പിക്കാൻ കഴിയാത്ത വാല്യൂ ആണ് ഇതിന്. അല്ല, അപ്പം ഈ ഒരു സംവിധാനം ഞാൻ നോക്കുന്നത്, ഇപ്പോൾ ഈ പറയുന്ന അറസ്റ്റിലായിപ്പെട്ടെന്ന് വാസുവിൻ്റെ പാരയിലാണ് പത്മകുമാർ അറസ്റ്റിലാവുന്നത്. പക്ഷേ ഇത് ഇടതു മുന്നണിക്ക് വലിയ ക്ഷീണം ചെയ്യാനാണ് സാധ്യത. കാരണം പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ ഈ വാർത്തകൾ മുമ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇടതുമുന്നണി അത് ബാധിക്കും. പക്ഷേ ഇടതുമുന്നണി ഭരിക്കുമ്പോൾ അവരുടെ പാർട്ടിയിലെ MLA ആയിരുന്ന ഒരാൾ ഇത്തരത്തിലുള്ള കേസിൽ അറസ്റ്റിലാവുന്ന ആദ്യം സംഭവമായി. സ്വർണ്ണക്കടത്തടക്കമുള്ള കേസിൽ ആരും അറസ്റ്റിലായില്ല. ഇല്ല. എന്നിട്ടും അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടമില്ല, അറസ്റ്റ് ആവത്തില്ല.
അത് ഉറപ്പാണ്. ഇത് ഹൈക്കോടതി വന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചത്. വാസുവും ഇയാളകത്തായത്. അവിടുത്തെ ഇനി അടുത്ത ചോദ്യം വന്നല്ലേ രാജ്മോഹൻ, ഇത് ഇവിടുന്ന് അങ്ങ് കൈവിട്ട് പോകാനുള്ള സാധ്യതയില്ലേ? വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു, CPM വേണ്ടപ്പെട്ടയാളെ, മുൻ MLA കൂടിയായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാവത്തില്ലേ? ഇപ്പൊ PS പ്രശാന്തിലേക്ക് വരത്തില്ലേ? അതെ, കാരണം പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും ഈ പ്രശാന്തിനെതിരെയും ഒരുപാട് ആരോപണം ഹൈക്കോടതി ചില കാര്യങ്ങളൊന്നും പറയുകയും ചെയ്തിട്ടുണ്ട്, പരാമർശം നടത്തിയിട്ടുണ്ട്. ഈ വർഷവും പ്രശാന്ത് ചുമതലയേറ്റതിന് ശേഷവും ഇതിവിടുന്ന് സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ ശ്രമം നടന്നിരുന്നു. അതായത് ഒരിക്കൽ സ്വർണം പൂശിയത് വീണ്ടും സ്വർണം പൂശാൻ നടത്തിയിരുന്നു. മാത്രമല്ല ഈ പ്രശാന്ത് ഏതാണ്ട് 2-3 വർഷം ചുമതലയിൽ ഇരുന്നില്ലേ? അതെ, 2 വർഷത്തെ കൂടുതലായി. ഈ കാലയളവിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ ആളായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വളാട്ടം നടത്തിയ ഈ കാലഘട്ടത്തിലാണ്. ഈ കാലയളവിൽ ഞാൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അന്ന് തുടങ്ങി വെച്ചെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യാതൊരുവിധ പ്രാധാന്യം അവിടെ കുറഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് രാജ്മോഹൻ ഒരു കാര്യം ആലോചിക്കണം. ഈ ആളുകൾ ഇപ്പം ഇന്നലത്തെ ഞാൻ ആ 2 ദിവസത്തെ ഈ തിരക്ക് നോക്കുമായിരുന്നു. ഏതാണ്ട് 10-12 മണിക്കൂറാണ് ഒറ്റ നിൽപ്പിന് ക്യൂ നിന്നത്. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആ ക്യൂ നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഇടിച്ചിടിച്ചാണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഇടയില്ല. വലിയ കുന്നിൻ്റെ മനയിലാണെന്ന് ഓർക്കണം. അതെ, ഈ നിന്നിട്ട് ഇവർ പോയാൽ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് പോകുന്നത്? അയ്യപ്പനെ കാണുക. അയ്യപ്പനെ എത്ര നേരം കാണാൻ? സെക്കൻഡ് വിടുവല്ലേ? മിന്നായം പോലെ അങ്ങ് പോവുകയാണ്. നമ്മൾ അവിടെ ചെല്ലുന്നു, നേരെ അയ്യപ്പനെ ഒന്ന് എത്തി നോക്കുന്നു, ആ സെക്കൻഡ് നമ്മളെ പിടിച്ച് വലിച്ചങ്ങ് തള്ളുവാണ്. അയ്യപ്പന്റെ വിഗ്രഹത്തിലേക്ക് പ്രതിഷ്ഠയിലേക്ക് കണ്ണു വരുന്നതിന് മുമ്പ് തന്നെ ഇത്രയും കഷ്ടപ്പെടുന്നിടത്തേക്കാണ് ഇയാൾ അവിടെ ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവിടെ താമസിക്കാൻ സൗകര്യം കൊടുത്തി. എല്ലാ പൂജകളും വഴിപാടുകളും ഒക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്വകാര്യ മുറിയിലാണ് ഇയാളും പിന്നെ ആളുകളും താമസിച്ചിരുന്നത്. എല്ലാ പൂജകളും എല്ലാ വഴിപാടുകളും ഒക്കെ അവരുടെ ഇഷ്ടാനുസരണം നടത്തി. മാത്രമല്ല അതുകൊണ്ട് വേറെ പ്രത്യേകത കൊണ്ട് ഇവിടെ വരുന്ന മറ്റു സ്റ്റേറ്റിൽ നിന്നുള്ള വലിയ പണക്കാരന്മാരൊക്കെ അവർക്ക് അറിയാലോ. അവരൊരു ബന്ധം സ്ഥാപിക്കാൻ, പിന്നെ അവരെ വീട്ടിൽ പോയി പൂജ നടത്തി ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ഇവിടുത്തെ ആളല്ലേ അവർ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു മുഖ്യനായിട്ട് നിൽക്കുന്നുണ്ടോ, അപ്പം ഇവിടുത്തെ ഒരു ഇതെന്താണ് പദവി എന്ന് അവർക്ക് അറിയില്ല. പോറ്റിന്നുണ്ടല്ലോ അത് ഭയങ്കര സംഭവമാണ് അത്. അപ്പം ഇയാൾ കോടികളുടെ ഇടപാട് നടത്താനായിട്ട് പ്രശാന്തിന്റെ കാലത്തും നടന്നു. അപ്പോൾ പ്രശാന്തിനെ നമുക്ക് കുറ്റവിമുക്തനാക്കാൻ പറ്റുമോ? അങ്ങനെ വരുമ്പോൾ ഇത് വലിയൊരു ചെയിനായി മാറുകയും, അടുത്ത ചോദ്യം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവാദിയാണെങ്കിൽ ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? ഉണ്ടല്ലോ, സ്വാഭാവികം. അല്ല പിന്നെ അങ്ങനെ ഉത്തരവാദിത്തമില്ല, പിന്നെ ദേവസ്വം മന്ത്രി എന്തിനാ? പ്രസിഡന്റിന് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചെല്ലത്തില്ലേ? വാസവനിലേക്ക് ചെല്ലത്തില്ലേ? ഇപ്പം ഞാൻ ചോദിക്കും, പത്മകുമാറിനെ പറ്റി അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത് വാസുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. പത്മകുമാർ മൊഴി കൊടുക്കുവാണ്. മന്ത്രി പറഞ്ഞു, എന്നോട് പറഞ്ഞു, കടകംപള്ളി പറഞ്ഞു, നീ അത് സ്വർണം പൂശിയെന്നാക്കിക്കോ, നമുക്കിത് വിറ്റിട്ട് നിനക്ക് തരാം എന്ന് പറഞ്ഞെന്ന് വെച്ചോളൂ. എന്തു ചെയ്യും? മൊഴിയാണ്, മൊഴിയല്ലേ? പത്മകുമാർ പറയണം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലാകാത്തത് തീർച്ചയായും ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇവരുടെ എല്ലാം കൂടെ പണം പിണറായിയുടെ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്, സിൽക്ക് ജൂബയൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അടിച്ചു മാറ്റിയ പൈസയുടെ വിഹിതം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതിരിക്കുമോ? കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ വലിയ തുകകൾ കൈമാറിക്കൊണ്ടാവും. കടകംപള്ളിക്ക് ഉണ്ടാവാം, വാസവനുണ്ടാവാം. അപ്പോൾ ഇത് ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു ചെയിനായി അടുത്ത ഇര എന്ന നിലയിൽ വാസവനിലേക്കോ കടകംപള്ളിയിലേക്കോ ഒക്കെ ഉയർന്നു പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഹൈക്കോടതിയാണ് മേൽനോട്ടം. അതാണ് ഏറ്റവും പ്രധാനം. ഹൈക്കോടതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ രീതിയിൽ അന്വേഷണം നടക്കുന്നത്. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ എന്നാൽ ഞാൻ പറഞ്ഞു, പ്രതീക്ഷ എന്ന് പറയുന്ന വാക്കായിരിക്കും ശരി. എൻ്റെ ഒരു പ്രതീക്ഷ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഇത് കത്തിപ്പടരുമെന്നും ഈ അയ്യപ്പനെ അടിച്ചു മാറ്റാൻ ശ്രമിച്ച സ്വർണം മോഷ്ടിച്ച സകല കള്ളന്മാരും പിടിയിലാവുമെന്ന് എൻ്റെ പ്രതീക്ഷ. നമ്മൾ ശരിക്കും പറഞ്ഞാലേ നമ്മൾ അറിയാതെ നമ്മൾ വിശ്വാസികളായി പോവാൻ, വിശ്വാസം എല്ലാത്തും പോലും. കാരണം എല്ലാവരും ക്യൂ ഒന്ന് പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇതിനൊക്കെ കൂട്ടുന്നവരെല്ലാവരും ഒരു സത്യമാണ്, എല്ലാവരും. അത് മാത്രമല്ല ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അയ്യപ്പന് വേണ്ടി പ്രയത്നിച്ച മനുഷ്യനായിരുന്നു സുകുമാരൻ നായർ. പക്ഷെ അവസാന നിമിഷം മറ്റെന്തോ നിർബന്ധത്തിന് മുരാരി ബാബുവിൻ്റെ കെണിയിൽ വീണ് സുകുമാരൻ നായർ ആ അയ്യപ്പ സംഗമത്തിനൊന്നും സഹായിച്ചതേ ഉള്ളൂ. സുകുമാരൻ നായരുടെ മാനം മൊത്തം പോയി. ഇപ്പൊ അദ്ദേഹം കേൾക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ സുകുമാരൻ നായരെ അയ്യപ്പ ഭക്തന്മാരുടെ ഐക്കണായിരുന്നു. രാജ്മോഹൻ, ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന സാധനം അത് ശരിക്കും ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ അയ്യപ്പ നിന്ദയായിരുന്നു. കാരണം ഒന്ന്, അയ്യപ്പനെ ഉപദ്രവിക്കുകയും അയ്യപ്പൻ്റെ ആചാരങ്ങൾ ലംഘിക്കുകയും അയ്യപ്പനെ നശിപ്പിക്കാനും, അയ്യപ്പൻ ആരാണെന്നല്ല അറിയാൻ പാടില്ലാത്തവരെല്ലാം കൂടെ വന്ന് എല്ലാം കൂടെ കയറി അവിടെ പരിപാടി നടത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും അയ്യപ്പനെ അവമാനിക്കാൻ വേണ്ടി. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ പത്രപ്രവർത്തകരുടെ സംസ്ഥാന സമ്മേളനത്തിന് അങ്ങോട്ട് പോകുമ്പോൾ കണ്ടൊരു കാഴ്ച, അസാമാന്യ വലിപ്പമുള്ള ഫ്ലക്സുകളാണ് വെച്ചിട്ടുള്ളത് ഈ അയ്യപ്പ സംഗമത്തിനുമായി ബന്ധപ്പെട്ട്. സംഗമം കഴിഞ്ഞപ്പോൾ ഫ്ലക്സ് മാറ്റിയിട്ടില്ല.
ഇത്ര വിലപ്പുള്ള ഫ്ലക്സ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ടില്ല. പിണറായിയുടെ ഇവരുടെയൊക്കെ മുഖമുള്ള എത്ര 18 കോടി അങ്ങോട്ട് മുടക്കി. അതാണ് ഈ ഫ്ലക്സ് അന്തപ്പെട്ട. അപ്പൊ ഇത് ശരിക്കും അയ്യപ്പനെ അവഹേളിക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തി. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഈ അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് പണി കിട്ടുമെന്ന്. ഇതൊരു പാപ വിതരണ പരിപാടിയാന്ന് പറഞ്ഞു. എല്ലാവരും പണി കിട്ടിക്കൊണ്ടിരിക്കുക സകലർക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പിണറായി വിജയൻ നിരവധി അബദ്ധങ്ങളിലും കുഴപ്പങ്ങളും ചെയ്ത് ചാടിയെങ്കിലും അവിടെ നിന്നെല്ലാം തലയുരിപ്പുന്നു. പക്ഷേ ഇവിടെ നൂരാൻ പറ്റുന്നില്ല. അയ്യപ്പനിട്ട് പണി കൊടുക്കാൻ കൂട്ടുന്ന സകലർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തർക്കവും വേണ്ട. ഇത് ഇവിടെ എങ്ങും നിൽക്കില്ല. എനിക്കിതിനകത്തൊരു ആകപ്പാടെ ആശങ്ക ഉള്ളത് ജയകുമാർ സാറിനെ കുറിച്ചാണ്. ഒരു ആവശ്യമില്ലാതെ ജയകുമാർ സാറ് പോയി കാരണം അദ്ദേഹത്തിന് 74 വയസ്സായി. 74 വയസ്സ്, 60ാമത്തെ വയസ്സ് റിട്ടയർ ചെയ്ത് ജയകുമാർ സാർ കഴിഞ്ഞ 14 വർഷവും ചീഫ് സെക്രട്ടറി റാങ്കിൽ തന്നെ ജോലിയെടുത്ത ആളാണ്. തിരൂര് സർവകലാശാല വൈസ് ചാൻസലർ, ഇവിടുത്തെ മലയാള സർവകലാശാല ഇപ്പം IMG ഡയറക്ടർ. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇക്കാര്യത്തിൽ. അദ്ദേഹം IMG ഡയറക്ടർ സ്ഥാനത്ത് രാജിവെച്ചത് നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. എങ്ങനെയാണ് ഒരു സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് പോകുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് പോകണേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അത് കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ മാനുവലിലും ദേവസ്വം ബോർഡിൻ്റെ ലോയിലും എഴുതി വെച്ചിട്ടുണ്ട്, റൂൾസിൽ എഴുതി വെച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാനുള്ള യോഗ്യതകൾ. എങ്ങനെയാണ് ഒരു സർക്കാർ ഉദ്യോഗി, ഇയാൾ ചീഫ് സെക്രട്ടറി റാങ്കിൽ IMG ഡയറക്ടറുടെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ജയകുമാറിനെ ആ പദവി രാജിവെക്കാതെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറ്റുന്നത്? രാജിവെച്ചോ? നമ്മളാരും ഒരിടത്തും കേട്ടിട്ടില്ല. വേറെ കാര്യം ആലോചിക്കണം. ഈ പദവി അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് IAS അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന കേസിന്റെ വിധി ഡിസംബർ 15-ാം തീയതി വരാൻ പോവാണ്. ഏത് പദവിയിൽ? IMG ഡയറക്ടർ സ്ഥാനത്തേക്ക് ജയകുമാർ സ്ഥാനം നിയോഗിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കേഡർ പോസ്റ്റാണ്. കേഡർ പോസ്റ്റിൽ ഒരു കാരണവശാലും റിട്ടയർ ചെയ്ത ആളെ വെക്കാൻ പാടില്ല. റിട്ടയർ ചെയ്ത ആളെ ചീഫ് സെക്രട്ടറി റാങ്കിൽ ആ പോസ്റ്റിൽ വെച്ചിരിക്കുന്നു. ആ പോസ്റ്റിൽ വെച്ചിട്ട് സർക്കാരിനെ ഈ റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നു, മറ്റേ സർവേ നടത്തി കൊടുക്കുന്നു, ജനകീയ ഇതെല്ലാം ഈ ജയകുമാറും KM എബ്രാഹിം കൂടെ ചെയ്തുകൊണ്ടിരുന്നത്. 1977 സിവിൽ സർവീസ് കയറിയ ആളാണ് അദ്ദേഹം. അദ്ദേഹം അഴിമതിക്കാരനല്ല, സഹൃദയനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ കസേര വലിയൊരു വിഷയമാണ്. അധികാര കസേര വിട്ടുകഴിയാൻ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിണറായിയെ പോലെ ഒരാളുടെ കൂടെ അദ്ദേഹം ഈ ഒത്തുചേർന്ന് വൈസ് ചാൻസലറായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ പദവിയിലേക്ക് പോയതൊക്കെ അദ്ദേഹത്തിന്. അതിൻ്റെ ഒരു ക്ഷീണം അദ്ദേഹത്തിന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയുള്ളൂ. കാരണം ഇപ്പോൾ ഈ പിണറായിയുടെ കാലത്ത് ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്ത് പണി ചെയ്താലും പണി കിട്ടും. കാരണം എന്ന് വെച്ചാൽ അത് മനഃപൂർവ്വം അവഹേളിക്കും. ഞാനൊരു കാര്യം ചോദിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഈ ശബരിമലയിലെ തിരക്ക് കണ്ടു. ഈ വൃശ്ചികം 1-ാം തീയതി ഇന്ന ദിവസം ഉണ്ടാവുന്നവർക്ക് അറിയത്തോണ്ടാണോ? ആയിക്കോട്ടെ, ചോദിച്ചതാണ്. 6 മാസം മുമ്പ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഈ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്നും ഇവിടെ ചെയ്യുന്നില്ലല്ലോ. ഇവന്മാർ എന്നെടുക്കുമായിരുന്നു. മാത്രമല്ല, പമ്പയിൽ മുങ്ങിക്കുളിച്ചാൽ മസ്തിഷ്കജ്വരം വരുമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഉണ്ടാസ് കണ്ടു. അപ്പോൾ ഈ മുങ്ങിക്കുളിക്കാൻ ശബരിമലയിൽ പോകുന്ന ഒരു ഭക്തൻ പമ്പയിൽ മുങ്ങിക്കുളിച്ചിട്ട് പോകണമെന്നാണ് നിയമം. അതെ. അപ്പം മുങ്ങിക്കുളിക്കരുതെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ പമ്പ ശുദ്ധീകരിച്ചില്ല? അവിടെ ഇപ്പോഴും മറ്റു സംസ്ഥാനത്ത് വന്ന ആൾ ഡ്രസ്സ് ഊരി എറിഞ്ഞിട്ട് പോകുന്നുണ്ട് അവിടെ. അത് ഇപ്പോഴും നേരെ പറക്കി മാറ്റുന്നില്ല എന്ന് പറയുന്നു. ഇത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇതിനകത്ത് രാജ്മോഹൻ, ഞാൻ ആ പരിസരത്ത് കുറച്ചുകൂടെ അറിയാലോ കാര്യം. എനിക്ക് കുറച്ചുകൂടെ അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞ എരുമേലിയിൽ വന്ന് ഭക്തരെ അങ്ങ് തടയുന്നു. ഇപ്പോൾ അവിടെ തിരക്ക് കൂടുതലാന്നു. കുറച്ച് പേര് നിലയ്ക്കൽ തടയുന്നു, കുറച്ച് പേര് പമ്പയെ തടയും. 3 തടയുന്നത്. ഈ എരുമേലി തടയുന്നവർ എങ്ങോട്ട് പോകും? നിങ്ങൾ ശ്വാസം പൊട്ടും. എല്ലാവരും എങ്ങോട്ട് പോകും? ഈ നിലയ്ക്കലൊക്കെയാണ് പിന്നെ ആ കാട്ടിലേക്കൊക്കെ കയറിയിരിക്കുക. ഈ പറയുന്ന ആൾ ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇവിടം മുതൽ, അതായത് എരുമേലി മുതലോ അല്ലെങ്കിൽ മറ്റേ ഇവിടെ നമ്മുടെ എന്താണ് നമ്മുടെ ചാലക്കയം വഴിയോ അതിനൊരു സ്ഥലമുണ്ട്, പേര് മറന്നുപോയി, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ അവിടെയൊക്കെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞ ലക്ഷക്കണക്കിന് ഭക്തർ വരുവാണ്. ലക്ഷക്കണക്കിന് ഭക്തർ വരുമ്പോൾ അവിടെ കൺട്രോൾ ചെയ്തോട്ടെ. ആ കൺട്രോൾ അവിടെ, അതായത് പമ്പ കഴിഞ്ഞ് അങ്ങോട്ട് ആളെ കടത്തിയാൽ പിന്നെ അവർ തടയരുത്. ഇവിടെ എന്തിനാണ് ആളെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്? എന്താണ്, സന്നിധാനം മുതൽ അപ്പാച്ചിമേട് വരെ 3 കിലോമീറ്റർ ആളുകൾക്ക് 10 മണിക്ക് ക്യൂ നിൽക്കണം. എന്തിന്? പമ്പയിൽ നിന്ന് ഒരാളെ കടത്തി വിട്ടാൽ അവൻ അവിടെ പോയി കറങ്ങി വരാവുന്ന തരത്തിൽ വിടാവും, അല്ല വിടരുത്. അപ്പോൾ അതിനു മുമ്പ് ആളുകളെ വഴി നിർത്താതെ ആളുകൾക്ക് വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഭഗവാനെ കാണാൻ പോകുന്നു, എനിക്ക് അവിടേക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് വഴിയിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ഇത്രയും സ്ഥലമില്ലേ? ഇത് ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാതെ ഈ ബയോ ടോയ്ലറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ബയോ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ അവിടെ മുഴുവൻ സ്ഥലം മുഴുവൻ ഓരോരുത്തർക്ക് പതിച്ചു കൊടുത്തിരിക്കുകയാണ്. കട നടത്താനൊക്കെ അവിടെ എവിടെ ബയോ ടോയ്ലറ്റ് സ്ഥാപിക്കാൻ?
ഈ കട പോലും ഇവർ കൊടുക്കുന്നത് പ്രോപ്പറായിട്ട് ലേലം ചെയ്തിട്ടില്ല. അല്ലല്ല, അതെല്ലാം ഇത് ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായി ഇവർക്കൊരു ഗൂഢാലോചനയുണ്ട്. അതായത് ഈ ശബരിമല ഒരു മതേതര ക്ഷേത്രമാക്കി മാറ്റണം. കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും ഇത് ആർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ അജണ്ട എന്ന് പറയുന്നത് ശബരിമല ഒരു മതേതര ക്ഷേത്രമാക്കി മാറ്റണം. കാരണം ഇതിനകത്ത് ഏറ്റവും വിചിത്രമായ സംഗതി, ഈ സുപ്രീം കോടതി സത്യവാങ്മൂലം കൊടുത്തപ്പോൾ ഈ സത്യവാങ്മൂലത്തിൻ്റെ അകത്ത് ക്രിസ്ത്യൻ സംഘടനകളോടും വഖഫ് ബോർഡിനോടും ഒക്കെ ചർച്ച ചെയ്തിട്ട് മാത്രമേ തീരുമാനം അറിയിക്കാൻ പറ്റുമെന്ന് അറിയിച്ചിരുന്നത്. ഇവരും അങ്ങനെ അതിൻ്റെ എഴുതി വെച്ചു. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പൻ അങ്ങനെ ഒരു മതമോ ജാതിയോ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് ഹിന്ദുവിൻ്റെ ക്ഷേത്രമല്ല. അതുകൊണ്ടാണ് ഒരു ബുദ്ധ പാരമ്പര്യം പലരും അത് നിരന്തരം പറയുന്നുണ്ട്. ഡോക്ടർ പി സി അലക്സാണ്ടറിന്റെ PhD തീസിസ് കേരളത്തിലെ ബുദ്ധമത വിഹാരങ്ങളെ കുറിച്ച് കണ്ടായിരുന്നു. പലരും അതിനെയും കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആരും കണ്ടിട്ടില്ല, തീസിസ് പോലും നമ്മളാരും കണ്ടിട്ടില്ല. അല്ല, അപ്പൊ ഇവർ പറയുന്ന ഇവരുടെ ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ ആചാരങ്ങളും ബാധകമല്ലാത്ത തരത്തിൽ സകല മനുഷ്യരുടെയും ദൈവമാണ് അയ്യപ്പൻ. അതുകൊണ്ട് ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒക്കെ അവകാശപ്പെട്ടതാണ്. അതിനാണ് ഒരു വഖഫ് ബോർഡിന്റെ ആവശ്യം പറയുന്നത്. ഇത് സത്യവാങ്മൂലത്തിൽ കൊടുത്ത വഖഫ് ബോർഡിന് അനുമതി വേണമെന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ശബരിമലയെ എല്ലാവർക്കും കയറാവുന്ന നിബന്ധനയൊന്നുമില്ല. ആചാരവുമായി ബന്ധപ്പെട്ട് യുവതികൾക്ക് നിബന്ധന, ഏത് ക്രിസ്ത്യാനിക്കും പോകാം. ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്. ആർക്കും പോകാവുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ ഇതൊരു മതേതര ക്ഷേത്രമാക്കി ഇത് മുഴുവൻ എല്ലാവരുടെയും കൂടി ആക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ അയ്യപ്പ സംഗമം നടത്തുന്നതും യുവതി പ്രവേശന വിഷയം ഉണ്ടാക്കുന്നതും ഈ സ്വർണം മോഷ്ടിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ എല്ലാം കൂടെ ആണ് ഇതിൽ മോഷണം. എന്തായാലും ഭഗവാൻ ഇതെല്ലാം കണ്ട് മടുത്ത് സഹികെട്ട് കലിയുഗ വരദൻ എന്നാണ്. കലിയുഗ വരദൻ തന്നെ. എന്തായാലും ഒരു വല്ലാത്ത പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പണി കൊടുത്തവർക്കെല്ലാം. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ കൂട്ടുകെട്ട് കൂടി പുറത്തു വരുമെന്നാണ്. കാരണം ഹൈക്കോടതിയിൽ ശക്തമായ ഇടപെടലുണ്ട്. രാഷ്ട്രീയ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രിമാർ, 2 ദേവസ്വം മന്ത്രിമാർ, കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ VN വാസുവനും, ഈ 2 ദേവസ്വം മന്ത്രിമാരുടെ ഉത്തരവാദിത്വം കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും പത്മകുമാർ കുറ്റക്കാരനാണെങ്കിൽ, അയാൾ ഈ മോഷണത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജയിലിൽ കിടക്കുക തന്നെ വേണം. ഒരു തരത്തിലും ഈ അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ചവർ അവർ ദയ അർഹിക്കുന്നില്ല. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, സാധാരണഗതിക്ക് ബലാത്സംഗ കേസിലാണെങ്കിൽ ഉടനെ ജാമ്യം കിട്ടാറുണ്ട്. അവർക്കാർക്കും ജാമ്യം കിട്ടിയിട്ടില്ല. ഇവർക്കാരും ജാമ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ദീർഘകാലം ഇവരൊക്കെ ജയിലിൽ കിടക്കട്ടെ. ഭഗവാനെ അടിച്ചു മാറ്റിയതിൻ്റെ ശിക്ഷ ഇപ്പോൾ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. നന്ദി, നമസ്കാരം.